എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പങ്കജ് സാർ എത്തിയോ? രാംകിരൺ തുടങ്ങാൻ പറയും സാറിന്റെ കൂടെ. മണി 8 ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നമ്മുടെ എയുടെ 9ാമത്തെ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ് ആണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ പ്രയോജനം എന്താണ്, അത്യാവശ്യമല്ല സാധാരണക്കാർക്കും പോലും ഇത് എപ്രകാരം പ്രയോജനം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ അറിവുകൾ കഴിഞ്ഞ 8 ബാച്ചിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവ പാഠമാണ് നമ്മുടെ 9ാമത്തെ ബാച്ചിലേക്ക് കടക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം, ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമേ അല്ല എന്ന് ഇതിനോടകം തന്നെ പലരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം നമുക്കിത് നമ്മുടെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, നമ്മുടെ ജോലിയിൽ നമ്മുടെ കഴിവുകളെ കുറച്ചുകൂടി എങ്ങനെ പ്രയോജനം ചെയ്യും എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കുന്നത്. ഇതിപ്പോ 9ാമത്തെ ബാച്ചാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിച്ചതേ ഉള്ളൂ. 9ാമത്തെ ബാച്ചിലും ധാരാളം ആൾക്കാരുണ്ട്. ഈ കോഴ്സ് നടത്തുന്നതിന്റെ ഇതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ശ്രീ സജു സാറാണ്. അത് ക്രമേണ നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് എത്രത്തോളം ഫലവത്തായി ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് സജു സാറിന്റെ ക്ലാസ്. ഞങ്ങളൊക്കെ പല ഓൺലൈൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് AI പോലുള്ള കോഴ്സുകൾ വളരെ വലിയ ഫീസ് കൊടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നോമിനലായിട്ടുള്ള ഫീസ് ഈടാക്കിക്കൊണ്ട് നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടിയാണ്. അപ്പോൾ ഒരു ക്ലാസ് ഇൻ കേസ് നമുക്ക് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത ദിവസം തന്നെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം നോട്ടുകൾ കിട്ടുന്നുണ്ട്. സംശയങ്ങൾ നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ചോദിക്കാം. അതിലുപരിയായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നേരിട്ട് വന്ന് പഠിക്കാൻ, കുറച്ച് സബ്ജക്റ്റ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം നേരിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സൗകര്യവും ശാന്തിഗ്രഹവും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയൊരു നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ കഴിഞ്ഞ ബാച്ചുകൾ പരിശോധിക്കുമ്പോൾ സയന്റിസ്റ്റുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ, അതേസമയം അത്യാവശ്യം SSLC വരെ പഠിച്ചവരുണ്ട്, SSLCക്ക് താഴെ വിദ്യാഭ്യാസം ഉള്ളവരും, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ച ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിലൊരു മാനദണ്ഡമായിട്ട് കാണേണ്ട കാര്യമില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടോ നമുക്കിത് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ശാന്തിഗ്രാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നതിന് കാരണവും, ഞങ്ങളൊരു സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. ആ സന്നദ്ധ സംഘടനയ്ക്ക് ചെയ്യാൻ സാധാരണക്കാരനെ അപ്രാപ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പ്രാപ്യമാക്കുന്നതിന് വേണ്ടി ശാന്തിഗ്രാം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സ്. അപ്പോ ഹലോ, കേട്ടില്ല, എന്താ പറഞ്ഞേ? നെറ്റിന്റെ ചെറിയ വിഷയം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വീഡിയോ ഓൺ ആക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോഴ്സിൽ ഏകദേശം 150ഓളം, രാംകിരൺ എത്ര പേരായിരുന്നു അതിൽ ജോയിൻ ചെയ്യിച്ചത്? ഹലോ. അപ്പൊ നമുക്ക് ഇത്രയേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന എല്ലാവർക്കും, ഒപ്പം ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന സജി സാറ് ക്ലാസ്സിന്റെ വിശദവിവരങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കും ക്ലാസ്സിനിടയ്ക്ക് തന്നെ. അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ക്ലാസ്സിന്റെ ആമുഖം, 9ാമത്തെ ബാച്ചിന്റെ ആമുഖ കോഴ്സാണ്. ഈ കോഴ്സിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.
പങ്കജ് സാറുണ്ടോ? സംസാരിക്കുന്നോ? ആ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ ശാന്തിഗ്രാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 9ാമത്തെ ബാച്ച് ആരംഭിക്കും. 9ാമത്തെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ഈ AI കുറിച്ചുള്ള ഒരു എന്താണ് ഈ കോഴ്സ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ്സാണ് നടക്കുന്നത്. ശാന്തിഗ്രാമിൻ്റെ ജോയിന്റ് ഡയറക്ടർ ജി ശാന്തമ്മ ശാന്തിഗ്രാമിനെക്കുറിച്ചും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പശ്ചാത്തലം പറഞ്ഞു. സാറിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. ശാന്തിഗ്രാം കഴിഞ്ഞ 38 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. പല മേഖലകളിൽ ശാന്തിഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ശാന്തിഗ്രാമിനെക്കുറിച്ച് പറയുന്ന പരാതി പരമ്പരാഗതമായ ചികിത്സയായിരുന്ന പരമ്പരാഗത രീതികളായിരുന്നത് അതിൽ നന്മയുള്ള ഭാഗങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കണമെന്നും അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ശാന്തിഗ്രാമിൻ്റെ ഒരു മേഖല. ഒരു ഗാന്ധിയൻ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ശാന്തിഗ്രാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ ചോദിച്ചു, ഒരു പാനൽ പ്രസംഗത്തിന് ആവശ്യമായ ഒരു കാര്യമാണോ ഇത്? വേറെ സംഭവമില്ല. വളരെ വ്യത്യസ്തമായ ഒരു വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ഗാന്ധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മെഷീനുകൾക്കാണെങ്കിൽ യന്ത്രങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുത്തതെന്നും അല്ലെങ്കിൽ അതിൻ്റെ അടിമയാക്കരുതെന്നും എന്നാൽ അതിൻ്റെ തൊഴിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആധുനിക മേഖലയിൽ വരുന്ന ആ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആണ് ഗാന്ധി ആദ്യമായി ടെലിഫോൺ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ലാറ്റിൻ സാറേ ഒന്ന് ചുരുക്കാവോ? 37 മിനിറ്റായി. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ്. മനസ്സിലായില്ല. ഒന്ന് ചുരുക്കി പറയാൻ പറഞ്ഞതാണ്. ഇൻട്രൊഡക്ഷൻ ഒന്ന് ചുരുക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, സാറിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നു. 8 10 സാധാരണഗതി ഞങ്ങൾ 10 മിനിറ്റ് ഇതിനു വേണ്ടി എടുക്കാറുണ്ട്. 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, നിർത്തണം. വളരെ സന്തോഷം. താങ്ക് യു. ഞാൻ 7:30 ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതാണ്. പക്ഷേ എട്ടുമണിക്കെങ്കിലും ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, സന്തോഷം. ക്ഷമിക്കുക. അപ്പോൾ സോറി. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് ഫോണിൽ എല്ലാവരോടും ഒരർത്ഥമായി ക്ലാസ് തുടങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ആദ്യം സംഘാടകർക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക എന്നുള്ളൊരു മര്യാദയും
നിർമ്മിത നമസ്കാരം. 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 ഓക്കെ. അപ്പോ നമ്മള് നിർമ്മിത ബുദ്ധിയെ കോഴ്സിന്റെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് ഇന്നൊരു പുതിയ കാര്യമല്ല. എന്നാല് ഒരു 3-4 വർഷത്തിന് മുമ്പ് ഇതൊരു പുതിയ സംഭവമായിരുന്നു. ഇന്ന് സർവ്വസാധാരണമായി എല്ലാവരുടെയും ഫോണിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പല സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്ന് നയിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ്. അങ്ങനെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറി. മനുഷ്യന്റെ ബൗദ്ധിക ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടായത് പ്രിന്റിംഗ് ടെക്നോളജിയാണ്. പ്രിന്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നോളമുള്ള ടെക്നോളജികളിൽ മനുഷ്യന് ഏറ്റവും അധികം വേഗത്തിൽ സ്വാധീനിച്ച ഒരു ടെക്നോളജിയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറിയിരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു മെഷീന്റെ ബുദ്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ എത്തുന്നത്? മനുഷ്യന്റെ ബുദ്ധി പോലെ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധി. മനുഷ്യന് ബുദ്ധിശക്തിയുണ്ട്, അല്ലെ? ആ ബുദ്ധിശക്തി മറ്റു ജീവജാലങ്ങളുടെ ബുദ്ധിശക്തിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിശക്തി അളക്കാൻ പറ്റും, IQ എന്നൊക്കെ പറയും. മനുഷ്യന്റെ ബുദ്ധിശക്തി അളക്കുന്നത് ഏതാണ്ട് 8ഓളം ഘടകങ്ങളെ ആസ്പദമാക്കിയാണ്. നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, തിങ്കിങ് എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന 8ഓളം വരുന്ന ബുദ്ധിയുടെ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഈ മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ഘടകങ്ങളെല്ലാം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുണ്ട്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും, മനുഷ്യനെ പോലെ കാണാനും, മനുഷ്യനെ പോലെ വായിക്കാനും, മനുഷ്യനെ പോലെ ത്രിമാനമായ കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ ഉള്ള ശേഷി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുണ്ട്. അപ്പൊ ആ ടെക്നോളജി സ്വീകരിക്കാതെ, ആ ടെക്നോളജി ഉപയോഗിക്കാതെ ഇനി മനുഷ്യന് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം. അത് മാത്രമല്ല, ഈ ടെക്നോളജി മനുഷ്യന് തരുന്ന വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വികാസത്തിന്, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ഓരോ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന കാര്യങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കുന്നതിൽ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയകരമാക്കുന്നതിൽ ഒക്കെ ഈ ടെക്നോളജിക്ക് വലിയ സ്വാധീനമുണ്ട്, നമ്മെ സഹായിക്കാൻ പറ്റും. ഇന്നോളമുള്ള മറ്റു ടെക്നോളജികളിൽ നിന്ന് വ്യത്യസ്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ള ഏറ്റവും വലിയ സവിശേഷത, ഒരു ടെക്നോളജി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു മിനിമം ലെവൽ നോളജ് വേണം, ഒരു മിനിമം സ്കിൽ വേണം. അത് ഒരു ലെവൽ പഠനം അതിനാവശ്യമാണ്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പഠനത്തിന്റെയോ ഒരു സ്കില്ലിന്റെയോ ഒന്നും ആവശ്യമില്ല ഈ ടെക്നോളജി ഉപയോഗിക്കാൻ. ഈ ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടത് നമ്മുടെ മാതൃഭാഷ. നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞാൽ മതി, പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്നതാണ് ഈ ടെക്നോളജി. എഴുതുകയും വേണ്ട, ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. നമുക്കൊരു നിർദ്ദേശം കൊടുത്ത് നമ്മളുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഇന്നോളം ആർജിച്ചു വെച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളെയും, എല്ലാ വൈജ്ഞാനികമായ എല്ലാ അറിവുകളും, എല്ലാ വൈജ്ഞാനിക ശേഖരങ്ങളും ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ടെക്നോളജിയാണ്. അത് ചുമ്മാ പ്രാഥമികമായൊരു പഠനമല്ല, അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള പഠനം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മെഡിക്കൽ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് ChatGPT 3.5 എന്ന വെർഷൻ വന്നു. ആ വെർഷനെ അമേരിക്കയിലെ മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ, അവിടുത്തെ മെഡിക്കൽ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ലൈസൻസിങ് എക്സാമിനേഷൻ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ലൈസൻസിങ് എക്സാമിനേഷൻ എഴുതിപ്പിച്ചപ്പോ ChatGPT 3.5 എന്ന് പറയുന്ന ഒരു വെർഷന് 60% സ്കോർ കിട്ടി. തുടർന്ന് വന്ന 4 അതിനെ എഴുതിപ്പിച്ചപ്പോൾ അതിന് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 85%. അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടർ മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ എഴുതുമ്പോൾ കിട്ടുന്നത് 75-80 താഴെയാണ്.
അപ്പോ അമേരിക്കയിലെ ഒരു പ്രഗത്ഭ ഡോക്ടറിനെക്കാളും മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചുള്ള ആധികാരിക ജ്ഞാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. മെഡിക്കൽ സയൻസ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് ആയാലും നിയമമായാലും കാർഷിക മേഖലയിലായാലും ഏത് അറിവുകളും ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിച്ചു വെച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പഠിച്ചു വെച്ച ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ChatGPT എല്ലാവർക്കും സുപരിചിതമായ ഒരു ടൂൾ ആയതുകൊണ്ടാണ് ഞാൻ ChatGPT കുറിച്ച് പറഞ്ഞത്. ChatGPT 3.5 അത് ഇറങ്ങിയ സമയത്ത് അത് പഠിച്ചു വെച്ചത് പുസ്തകങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, ജേർണലുകൾ, ആധികാരികമായ വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ, ക്ലാസിക്കുകൾ, മതഗ്രന്ഥങ്ങൾ അടക്കമുള്ള സകലത് ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു വെച്ച പുസ്തകങ്ങളുടെ എല്ലാം ഒരു പുസ്തക രൂപത്തിൽ പ്രിന്റ് എടുത്ത് നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ ഏതാണ്ട് 2250 കിലോമീറ്റർ നീളത്തിൽ അടുക്കി വെക്കാൻ പറ്റുന്ന അത്രയും വിവരങ്ങൾ. അതായത് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള ദൂരത്തിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും പുസ്തകങ്ങൾ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പഠിച്ചു വെച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അത് പ്രോസസ് ചെയ്ത് നമുക്ക് വേണ്ടി തയ്യാറാക്കി തരുന്ന ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് തരുന്നത്? നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം, ആ സംശയങ്ങൾ മാറ്റിത്തരും. നമുക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കി തരും. പ്രമാണം തയ്യാറാക്കണോ തയ്യാറാക്കി തരും. അപേക്ഷ തയ്യാറാക്കി തരും. നിങ്ങൾക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണോ തയ്യാറാക്കി തരും. എന്താണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി തരും. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്തൊരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു തരും. അത് 500 പേജുകളുള്ള ഒരു പുസ്തകം അത് ഒരു PDF ഫയലാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉള്ള വിവരങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരും. അത് ഗവേഷണ പ്രബന്ധം അല്ലെങ്കിൽ ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കേണ്ടി വരില്ല. അതിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഭാഷയിലാവട്ടെ നമ്മളൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നു. ആ പഠനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കുറെ വിവരങ്ങൾ ശേഖരിച്ചു. ആ ശേഖരിച്ചതിൽ ഫ്രഞ്ച് ഭാഷയിൽ ഉണ്ട്, സംസ്കൃത ഭാഷയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്. ഈ ഭാഷകളിലുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ട കാര്യം എന്താണ്, ആ കാര്യം ഇന്ന രീതിയിൽ ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിമിഷ നേരം കൊണ്ട് ചെയ്തു തരും. നമുക്ക് അത്ഭുതം തോന്നും. ഇത് പുസ്തകങ്ങൾ മാത്രമല്ല, വെബ്സൈറ്റുകളുടെ ലിങ്ക് കൊടുക്കാം, യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നോട്ടുകൾ കൊടുക്കാം. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇത് സൗജന്യമായിട്ട് നിങ്ങളുടെ എല്ലാം മൊബൈൽ ഫോണിൽ കിട്ടുന്നൊരു സാധനമാണ്. ഇനി പോസ്റ്ററുകൾ തയ്യാറാക്കണമോ പറഞ്ഞാൽ മതി, പോസ്റ്റർ തയ്യാറാക്കി തരും, നോട്ടീസ് തയ്യാറാക്കി തരും. ഡിസൈൻ ചെയ്ത് ഒരു ഗ്രാഫിക് ഡിസൈനർ തയ്യാറാക്കുന്നതിനേക്കാളും മികവോടുകൂടി ഡിസൈൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് തയ്യാറാക്കും. നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രീതിയിൽ തയ്യാറാക്കും. വീഡിയോ തയ്യാറാക്കണമോ വീഡിയോ തയ്യാറാക്കി തരും. പാട്ട് എഴുതണമോ പാട്ട് എഴുതി തരും. പാട്ട് എഴുതുക മാത്രമല്ല, ഇന്നത്തെ ഏറ്റവും മികച്ച സിനിമയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് സംഗീതം നൽകി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി പാടിത്തരും ഫ്രീ ആയിട്ട്. സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ ഒരു നിർദ്ദേശം കൊടുത്താൽ മാത്രം മതി. ആ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി ഇത് ചെയ്തു തരും. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. ഇതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ധാരാളം തടസ്സങ്ങൾ വരും. ഈ തടസ്സങ്ങൾ വരുമ്പോൾ അത് സ്റ്റോപ്പാവും. എപ്പോഴും നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഒരു തടസ്സം വരുന്നു, അത് നിർത്തിവെക്കേണ്ടി വരുന്നു, അത് സ്റ്റോപ്പാവുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒന്നുകിൽ നമുക്ക് വളരെയധികം മാനസികമായ ഒരു വിഷമിക്കും, ചിലപ്പോൾ മറ്റുള്ളവരോട് പരാതി പറയും, ചിലപ്പോൾ പ്രതിഷേധിക്കും, ചിലപ്പോൾ സ്വന്തം വിധിയിൽ പഴിചാരും. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു പ്രശ്നത്തിന്റെ ഒരു അവസാനം വന്നു വരുന്നത്, ഒരു പ്രശ്നം അവസാനിക്കുന്നത്. പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അത് വിജയത്തിൽ എത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന കൊച്ചു തടസ്സങ്ങളാണ്.
നമുക്കിനി ആ തടസ്സങ്ങൾ ഇല്ല. അത്തരം തടസ്സങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ആ തടസ്സങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തി തരുന്ന ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിസ്സാരമായ കാര്യങ്ങൾ മുതൽ നിങ്ങളുടെ വലിയ സ്വപ്ന പദ്ധതികൾ വരെ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഒരു OP ടിക്കറ്റ് തന്നു. OP ടിക്കറ്റ് തന്നു നോക്കി, അതിനകത്ത് ധാരാളം മരുന്നുകളും കച്ചിലിപ്പിച്ചാൽ അത് ഡോക്ടർ കുറെ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പനിയായിട്ടാണ് പോയത്. നമുക്ക് ആശങ്ക, ഒരു പനിക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതണമോ, ഇത്രയും മരുന്നുകൾ കഴിക്കണമോ, എന്തോ വലിയ മാരകമായ പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളൊരു അസ്വസ്ഥത നമുക്കുണ്ടാവും. ആരോട് കൊടുക്കാൻ? നമ്മുടെ പരിചയത്തിൽ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാമായിരുന്നു. അങ്ങനെ പരിചയത്തിലോ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഡോക്ടർമാരാരുമില്ല. ഈ ടെക്നോളജി, ഈ സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈ AI ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കൃത്യമായി വിശദമായി ഒരു നിങ്ങളുടെ പരിചിതക്കാരനായ ഒരു ഡോക്ടറോട് ചോദിച്ചാൽ അദ്ദേഹം പോലും വിശദീകരിച്ച് തരുന്നതിന് അപ്പുറം ഗംഭീരമായി ഈ കാര്യം പറഞ്ഞു തരും. അതാണ് ഈ ടെക്നോളജി. അപ്പൊ ഏത് പ്രശ്നത്തിനും നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് പരിഹരിക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത് വേറെ ഒന്നുമില്ല, ചോദിക്കുക, പറയുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഉപയോഗിക്കാനുള്ള ഒരു മെത്തഡോളജി, രീതിശാസ്ത്രമുണ്ട്. എല്ലാവർക്കും ഉപയോഗിക്കാം, പക്ഷെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ടായ ഒരു രീതിയുണ്ട്. ഇതിന് ധാരാളം ടൂളുകളുണ്ട്. ChatGPT, Gemini ഒക്കെ നിങ്ങൾക്ക് അറിയാം. പല ടൂളുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ChatGPT 3.5 2022 നവംബർ മാസമാണ് ഇത് പുറത്തു വരുന്നത്. അതിനുശേഷം അനുദിനം 100 കണക്കിന് AI ടൂളുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള AI ടൂളുകൾ. അതിൽ 90% അല്ലെങ്കിൽ 99% AI ടൂളുകളും പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. അതോ ഭീകര വിലയും. അപ്പൊ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ കണ്ടെത്തണം. നമുക്ക് ആവശ്യമായ ടൂളുകൾ കണ്ടെത്തണം. ആ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം. എന്തായാലും ഇപ്പോ PowerPoint പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ PowerPoint പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള AI ടൂളുകളുണ്ട്. അത് സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ എങ്ങനെയാണ് ഒരു പെയ്ഡ് ടൂളിനെ സൗജന്യമായി പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത്? അങ്ങനെയുള്ള ടെക്നിക്കുകൾ നമുക്ക് പഠിക്കണം. ഒരു ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ, കത്തുകൾക്ക് മറുപടി അയക്കണമെങ്കിൽ ഇങ്ങനെ, നിയമപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ അങ്ങനെ, ഡോക്യുമെന്റുകൾ വായിക്കണമെങ്കിൽ അതിനുള്ള സോഷ്യൽ മീഡിയ. ഇന്ന് ഒരു മനുഷ്യന്റെ അവന്റെ ഒരു ലൈഫ്, ഒരു സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതം ഒരു സ്വാധീനിക്കുന്ന ഒരു ഘടകം സോഷ്യൽ മീഡിയയിലാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടുന്ന ഒരാളിനാണ് സമൂഹത്തിൽ ഇന്ന് ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള വെർച്വൽ ലോകത്ത് അല്പം മുന്നേറാൻ, ഒരു സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്നത്. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളിലും മരണത്തിലും കല്യാണത്തിലും ഒക്കെ പങ്കെടുത്ത് നമ്മുടെ സാന്നിധ്യം അറിഞ്ഞ് നമ്മുടെ സാന്നിധ്യത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സന്തോഷവും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അതിന് സമാനമായി സോഷ്യൽ മീഡിയ ആണ് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ, സൗഹൃദത്തിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൗഹൃദ നെറ്റ്വർക്കുകളായിട്ട് വരുന്നത്. അവിടെ പലപ്പോഴും നമുക്ക് പലതും പറയണമെന്നുണ്ട്. പക്ഷെ ഭാഷാപരമായ പ്രശ്നം കൊണ്ട് നമുക്ക് എഴുതുന്നതിനുള്ള മടി. അത്യാവശ്യം ചില ഫോട്ടോകൾ മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്, അതിന് താഴെയും എഴുതാൻ പറ്റുന്നില്ല. ശക്തമായ രീതിയിൽ നിങ്ങളുടെ പ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ട ഗംഭീര സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അനായാസം തയ്യാറാക്കാൻ നമുക്ക് AI ഉപയോഗിച്ച് കഴിയും. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണം. ഇന്ന് ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിന് വളരെയധികം മനോഹരമായിരിക്കണം. ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ സൗന്ദര്യാത്മകമായ ഒരു പ്രസന്റേഷൻ അതിനകത്ത് ആവശ്യമാണ്. അതിന്റെ ബ്രോഷറുകൾ, നോട്ടീസുകൾ, അതിന്റെ ലേബലുകൾ തുടങ്ങിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് AI അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പേരുകൾ കണ്ടെത്താം.
പേരുകളുടെ അങ്ങനെ ഉള്ള ഏത് നിലയിലും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു സഹായിയാണ് പൈസ കൊടുക്കാതെ നമ്മുടെ ഏത് ജോലിയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു സഹായി. പണ്ട് നമ്മൾ മുത്തശ്ശി കഥകളിലൊക്കെ പറയുന്നുണ്ട് ഒരു ഭൂതം. നമുക്കൊരു ഭൂതം ഉണ്ടായിരുന്നെങ്കിൽ ആ ഭൂതത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതം എല്ലാം ചെയ്തു തരും എന്ന് പറയുന്നത് പോലെ ആ മുത്തശ്ശി കഥയിലെ ഭൂതത്തിനപ്പുറം എന്തും നമ്മളെ സഹായിക്കാൻ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് ഉപയോഗിക്കുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന് മുന്നേറാൻ, ഇന്നോളം നഷ്ടപ്പെട്ട അവസരങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ, നമ്മുടെ സ്വപ്ന പദ്ധതികളെയൊക്കെ സാക്ഷാത്കരിക്കാനൊക്കെ പറ്റാൻ കഴിയുന്ന ഒരു ടൂൾ കൂടെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഗ്രീസിൽ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആറ്റിലെ എന്നാണ് ആ രാജാവിന്റെ പേര്. ായിരുന്നു ഈ രാജാവ്. പക്ഷേ ഗ്രീസിൽ ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത് ഈ ആറ്റിലെ ആയിരുന്നു. ഈ മണ്ടനായ രാജാവ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ കണ്ടെത്തിയത് മണ്ടനായ ആറ്റിലേക്ക് ഒരേ ഒരു കഴിവേ ഉണ്ടായിരുന്നുള്ളൂ: ബുദ്ധിമാന്മാരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. നമ്മുടെ ഈ ആറ്റിലയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള വിജയം കൈവരിച്ച ഏത് മേഖലയിലായാലും ബുദ്ധിമാനായ ആള് ആയിരിക്കണമെന്നില്ല, ഏറ്റവും കഴിവുള്ള ആളായിരിക്കണമെന്നില്ല. അവന്റെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം നമ്മൾ ചികഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിവുള്ള ആൾക്കാരെ പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു പല രീതിയിൽ. അപ്പോ നമുക്ക് നമ്മുടെ കൂടെ എല്ലാത്തര കഴിവുകൾ ഉള്ള ആൾക്കാരും ഇവിടെ നമ്മുടെ പിന്നിൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്നിലുണ്ട്. അവരെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ കഴിയുക. പണ്ട് ഹെൻറി ഫോർഡ് ലോകത്തിലെ ആദ്യത്തെ ലോകസമ്പന്നന്മാരിൽ ഒരാളായിരുന്നു ഹെൻറി ഫോർഡ്. ഫോർഡ് കാർ ഉൽപ്പാദിപ്പിച്ച് സമ്പന്നനായ ഹെൻറി ഫോർഡിനെതിരെ ന്യൂയോർക്ക് ടൈംസ് ആണെന്ന് തോന്നുന്നു ഒരു പത്രം, ഇദ്ദേഹം ഒരു മരമണ്ടനാണ്, ഇങ്ങനെ ഒരു വിവരവും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു ഹെൻറി ഫോർഡ് കൊണ്ടുവന്ന് കോടതിയിൽ കേസ് കൊടുത്തു, മാനനഷ്ട കേസ് കൊടുത്തു. മാനനഷ്ട കേസ് കൊടുത്തപ്പോൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിന് അവര് പറഞ്ഞ ഭാഗം വിജയിപ്പിക്കുക എന്നുള്ളത്, അത് പ്രൂവ് ചെയ്യുക എന്നുള്ള അവരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഹെൻറി ഫോർഡിനെ വിസ്തരിച്ച സമയത്ത് പൊതുവായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു, അമേരിക്കയിൽ എത്ര കിലോമീറ്റർ റോഡുണ്ട്, ലോകത്ത് എത്ര രാജ്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പൊതുവിജ്ഞാനപരമായ കാര്യങ്ങളെല്ലാം ഹെൻറി ഫോർഡിനോട് ചോദിച്ചു. ഹെൻറി ഫോർഡ് കയ്യും കെട്ടി ചിരിച്ചുകൊണ്ടിരുന്നു. അവസാനം ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഹെൻറി ഫോർഡ് പറഞ്ഞു, ഞാനിതെന്തിന് പഠിക്കണം? എന്റെ മേശപ്പുറത്ത് ഒരു ചുവന്ന ബട്ടൺ ഉണ്ട്. ആ ചുവന്ന ബട്ടൺ അമർത്തിയാൽ, ഒരു സ്വിച്ച് ഇട്ടാൽ എന്റെ മുമ്പിൽ ഒരാൾ വരും. ലോകത്തെ എല്ലാ വിജ്ഞാനവും പഠിച്ചു വെച്ചിട്ടുള്ള ഒരാളിനെ ഞാൻ പൈസ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെല്ലാം പറഞ്ഞു തരും. അല്ലെ? അങ്ങനെ ഹെൻറി ഫോർഡിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റും. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ സാങ്കേതിക വിദ്യയാണ് നമുക്കിതിനകത്ത് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കുക എന്ന് മാത്രമാണ്. മാതൃഭാഷ, അതാണ് ഏറ്റവും ശക്തമായ ഒരു സാധനം. അത് എഴുതാനും വേണ്ട, പറഞ്ഞാൽ മാത്രം മതി. ആ പറയുന്ന കാര്യത്തെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചതിന് പറഞ്ഞു തന്നെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താം. നമ്മൾ പറയുന്നതിനെ നമ്മള് അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാം, അക്ഷരങ്ങളാക്കി മാറ്റാം, അതിന് നമുക്ക് മറ്റു ഭാഷകളിലാക്കി മാറ്റാം. ലോകത്തിലുള്ള എല്ലാ ഭാഷയും, ഇന്ന് 137 ഭാഷകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അറിയാം. നമുക്കൊരു ലോകത്ത് ഒരു ഭാഷ പഠിച്ചു വെച്ചാൽ മതി. ഏത് ഭാഷയിലുള്ള ആളിനോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, ഏത് ഭാഷയിലുള്ള ഡോക്യുമെന്റ് നമുക്ക് വായിക്കാം. ഒരു ഭാഷ മതി, ഏതെങ്കിലും ഒരു ഭാഷ. അങ്ങനെ ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം. ഈ 137 ഒരു ഭാഷയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. പിന്നെയോ ഇതിനൊരു ഉപകരണം വേണ്ടേ? ഒരു ഉപകരണം ഇല്ലാതെ, മിഷ്യൻ ആണ് നമ്മൾ പറയുന്നത്, മിഷ്യനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കൃത്രിമമായ ബുദ്ധിയാണ്. ആ കൃത്രിമമായ ബുദ്ധി ഏതെങ്കിലും ഒരു യന്ത്രത്തിലെ പ്രവർത്തിക്കുകയുള്ളൂ. ആ യന്ത്രം ഏതാ? പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോ
കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചാലും കമ്പ്യൂട്ടർ വേണമെങ്കിൽ 10-30,000 രൂപ കൊടുത്ത് ഒരു കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു വയ്ക്കണം. എങ്കിലേ ആ കമ്പ്യൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പഠിക്കുകയും വേണം, ആഴ്ചകളോളം മാസങ്ങളോളം പഠിക്കുക എന്ന് പറയുന്നത് അതൊരു മിനിമം ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു നോളജ് വേണം, സ്കില്ല് വേണം, കീബോർഡ് സ്കില്ല് വേണം, അങ്ങനെ ഒരുപാട് സ്കില്ല് വേണം. ഒത്തിരി പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വലിയ പ്രയാസമായിരുന്നു, അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പ്രയാസം. ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ അത്ഭുത സാങ്കേതിക വിദ്യ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നിങ്ങളുടെ ഫോൺ മാത്രം മതി അല്ലേ? എന്താ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ? ഇപ്പോ നമ്മളിപ്പോ ചന്ദ്രനില് ഒരു പേടകം പോയിട്ട് തിരിച്ചു വന്നു, ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ 50 വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ ഒരു പേടകം ഇറങ്ങി, അവിടെ ഇറങ്ങി അല്ലേ? അപ്പോളോ എന്ന് പറയുന്ന മനുഷ്യന്റെ ഇന്നോളമുള്ള ശാസ്ത്ര ദൗത്യത്തിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഏറ്റവും വലിയ ശാസ്ത്ര ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യന് ചന്ദ്രനിൽ ഇറക്കുന്ന ആ ദൗത്യമായിരുന്നു. ആ ദൗത്യത്തില് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനമാണ്. അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സംവിധാനം. ആ അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റവും നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ, ആ ഫോണിലൂടെ ആയിരിക്കും നിങ്ങൾ പലരും ഈ ക്ലാസ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫോണുമായി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യത്യാസം എത്രയാണെന്നറിയോ? എത്ര മടങ്ങാണെന്നറിയോ? 5 ലക്ഷം മടങ്ങ്. അപ്പോൾ മനുഷ്യന്റെ ഇന്നോളമുള്ള ശാസ്ത്ര ദൗത്യത്തിൽ പങ്കെടുത്ത ആ മിഷനും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണും തമ്മിലുള്ള അന്തരം 5 ലക്ഷം മടങ്ങാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രമാത്രം ശക്തമായ ഒരു സാധനവുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഈ പറയുന്ന ടെക്നോളജി മൊത്തം നിങ്ങൾ ഫോണിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് നമുക്ക് നേട്ടങ്ങൾ കൊയ്യണം. ഇത് എന്ന് പറയുന്നത് പ്രായമോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനകത്തൊക്കെ സംഖ്യ വെറും ഒരു സംഖ്യ മാത്രമാണ്. ആർക്കും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ മാത്രം മതി. അതാണ് ഈ സാങ്കേതിക വിദ്യ. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് ഒരു സാധാരണക്കാരന് അവന്റെ സ്വപ്നങ്ങൾ സഫലമാക്കാനോ അല്ലെങ്കിൽ അവന്റെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ മാറ്റിവെച്ചതുമായ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്തതാണ് നമ്മുടെ ഈ 2 മാസത്തെ ഈ ക്ലാസ്. ആഴ്ചയിൽ 2 ദിവസം വരുന്ന ക്ലാസ്. അതിനെക്കുറിച്ച് പങ്കേഷ് സാറ് സംസാരിക്കും. അപ്പൊ നമുക്കിതിന് നമ്മളിപ്പോ ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടു അല്ലെ? നമുക്ക് ഏതെങ്കിലും 1-2 ആർട്ടിഫിഷ്യൽ, പലരും ChatGPT ഒക്കെ ഉപയോഗിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവാം. അതുപോലെ ടൂളുകൾ ഉപയോഗിക്കുന്ന പലരും ഉണ്ടാവും. അത്യാവശ്യം ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലെ? ഞാനിങ്ങനെ ചുമ്മാ വാചകം പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ചെയ്ത് കാണിക്കണ്ടേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ പങ്കാളിത്തം കൂടെ എനിക്ക് ആവശ്യമാണ്. ഞാൻ ആദ്യം നമുക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കുക, മോറലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതിന്റെ ഉത്തരം കിട്ടേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമായിട്ട് പരീക്ഷണാർത്ഥമാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരാളൊന്ന് പെട്ടെന്ന് പറയാമോ? പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ സഹകരിക്കൂ. ആരാണ്? ഒരാൾ വരൂ. ആരെങ്കിലും ഒരാൾ. നമ്മുടെ എന്തിനൊക്കെ ഉപയോഗിക്കാം സാർ? എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എയോട് ചോദിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു എയോട് ഞാനിപ്പോ ചോദിക്കുകയാണ്. സാറ് പറഞ്ഞ കാര്യം. ഹലോ സർ, നിർമ്മിത ബുദ്ധി എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒന്ന് സംക്ഷിപ്തമായി ഒന്ന് പറഞ്ഞു തരാമോ? നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്നത്തെ കാലത്ത് പല മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഫോണിലെ പേഴ്സണൽ അസിസ്റ്റന്റുമാർ, ഗൂഗിൾ മാപ്പിലെ നിർദ്ദേശങ്ങൾ, അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലെ നമുക്കിഷ്ടപ്പെട്ട വസ്തുക്കൾ നിർദ്ദേശിക്കുന്നത് ഒക്കെ നിർമ്മിത ബുദ്ധിയാണ്. കൂടാതെ വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ബിസിനസ്സിൽ തീരുമാനങ്ങളെടുക്കാനും വാഹനങ്ങൾ സ്വയം ഓടിക്കാനുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി വേണ്ടിവരുന്ന പല കാര്യങ്ങളും ചെയ്യാനിത് സഹായിക്കുന്നു. വ്യക്തമായോ? വ്യക്തമായി.
അപ്പോ ഇതാ നമ്മൾ ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചത് ഞാനൊരു എയോട് ചോദിച്ച് എ പറഞ്ഞു. മനുഷ്യൻ പറയും പോലെ അല്ലേ പറഞ്ഞത്, അല്ലേ? സാർ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ? ചോദിക്കൂ. നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരം കൊണ്ട് മനുഷ്യന് ജോലി ഇല്ലാതായി തീരുമോ? തീർച്ചയായിട്ടും നിർമ്മിത ബുദ്ധി ഞാനൊരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ഇത് നിർമ്മിത ബുദ്ധിയോടൊന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും മനുഷ്യന്റെ തൊഴിൽ നഷ്ടപ്പെടും. സാർ അപ്പൊ ഒന്ന് ചോദിക്കൂ. ഞാൻ ചോദിക്കാം. ഞാൻ അതിന്റെ സാറ് ചോദിച്ചതിന് ഞാൻ എന്റേതായ ഒരു ഉത്തരം പറഞ്ഞിട്ട് അതിനോട് ചോദിക്കാതെ ഞാൻ പറഞ്ഞതാണ്. അതായത് ILOയുടെ കണക്കനുസരിച്ച് നിർമ്മിത ബുദ്ധി മൂലം ഏതാണ്ട് 9 കോടി ആൾക്കാർക്ക് അവർ ഇന്നിടപെടുന്ന തൊഴിൽ നഷ്ടപ്പെടുന്ന 9 കോടി ആൾ വരുന്ന 10 വർഷത്തിനകം. അതൊരു ഭീകരമായ ഒരു കണക്കാണ്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അറിയാമല്ലോ, അതിന്റെ 3 ഇരട്ടി. അപ്പോ ILO മറ്റൊരു കണക്കൂടെ പറയുന്നുണ്ട്, വീണ്ടും ഒരു 5 വർഷം കൊണ്ട് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി 11 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന. എപ്പോഴും സാങ്കേതിക വിദ്യ വരുമ്പോ കുറെ തൊഴിലവസരങ്ങൾ ഇല്ലാതാവും. ഇപ്പോ കാളവണ്ടിയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കാളയ്ക്ക് പുല്ല് പറിക്കുക, കാളയെ കുളിപ്പിക്കുക, കാളയ്ക്ക് ഡാലം അടിക്കുക, കാളവണ്ടി മെയിൻ്റെനൻസ് ചെയ്യുക, കാളയ്ക്ക് പിണ്ണാക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു. പകരം മോട്ടോർ വെഹിക്കിൾ വന്നപ്പോ അതിന് ഇരട്ടി, അല്ലെ? വണ്ടിയിലെ റിപ്പയറിംഗ്, ഇലക്ട്രീഷ്യൻ, സീറ്റ് റിപ്പയറിംഗ്, ഡ്രൈവർ, അങ്ങനെ അതിന് എത്രയെങ്കിലും മടങ്ങ് തൊഴിലവസരം. അത് എപ്പോഴും ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ കുറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും, മറ്റു പല അവസരങ്ങൾ ഉണ്ടാവും. ഈ അവസരങ്ങളിലോട് അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഈ അവസരങ്ങളിലോട് അഡാപ്റ്റ് ചെയ്യാത്തവർ, അത് അവസരങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നവരാണ് പലപ്പോഴും പിന്തള്ളപ്പെടുന്നത് എന്ന എന്റെ ഒരു വലിയ ഉത്തരത്തിന് ശേഷം ഞാൻ എയോടൊന്ന് ചോദിക്കുകയാണ്. ഒന്ന് ചോദിച്ചോട്ടെ? ഓക്കെ, സാറ് പറഞ്ഞ ചോദ്യം ഞാൻ എയോട് ചോദിക്കുന്നു. ഹലോ, നിർമ്മിത ബുദ്ധിയുടെ വരവോടുകൂടി ധാരാളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. ഈ നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങളെ കുറിച്ച് ഉള്ള ഒരു യഥാർത്ഥപൂർണമായ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല തൊഴിൽ മേഖലകളെയും ബാധിക്കുമെന്നത് സത്യമാണ്. പ്രത്യേകിച്ച് ആവർത്തന വിരസമായ ജോലികൾ, ഡേറ്റ പ്രോസസ്സിംഗ്, ചിലതരം കസ്റ്റമർ സർവീസ് റോളുകൾ തുടങ്ങിയവ. എന്നാൽ അതേസമയം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. AI ഡെവലപ്പർമാർ, ഡേറ്റാ സയന്റിസ്റ്റുകൾ, AI എത്തിക്സ് വിദഗ്ധർ തുടങ്ങിയവർക്കിപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്. യഥാർത്ഥത്തിൽ തൊഴിലുകളുടെ സ്വഭാവം മാറുകയാണ്. പുതിയ നൈപുണ്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രധാനം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? അതോ ഏതെങ്കിലും പ്രത്യേക മേഖലയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? ഒരു ടൂളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് പോയത്. ഈ കാര്യങ്ങളല്ല, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഒരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, 2-3 ദിവസം കഴിയുമ്പോൾ മഴ പെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകുന്നു, ആ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. എന്തും നിങ്ങൾക്ക് ചോദിക്കാം, അതനുസരിച്ച് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമ്മളിതൊന്ന് ഇത് ഒരു ടൂളിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചത്. എന്തേ സാർ? ഹലോ, നോടാണോ സാർ ചോദിച്ചത്? അല്ലെങ്കിൽ ചാറ്റ് അല്ല ഞാൻ ചോദിച്ചത്. ചാറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ഇത്രയും ഇങ്ങനെ പറഞ്ഞു തരില്ല, വോയിസിൽ പറഞ്ഞു തരില്ല. ഇത് ഞാൻ വേറൊരു ടൂളാണ്, ഗൂഗിൾ AI സ്റ്റുഡിയോ. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടൂളുകളാണ്. ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്ന ടൂളിനോടാണ് ചോദിച്ചത്. ചാറ്റ് GPT എന്ന് പറയുന്നത് 100 കണക്കിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളിൽ ഒരെണ്ണം മാത്രമാണ് ചാറ്റ് GPT. ഓക്കെ സാർ? ഓക്കെ, മനസ്സിലായി സാർ. ശരി. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് ഒരു ടൂളാണ്. നമ്മൾ ചോദിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതി വരുന്ന വാള നമുക്ക് വായിച്ച് പറഞ്ഞു തരാം. ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ പറഞ്ഞു. അങ്ങനെയുള്ള ഹലോ എന്താ മൊബൈൽ ഒരുപാട് ക്രൈം, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിയുമ്പോഴേ ക്രൈം കുറ്റകൃത്യങ്ങൾ കൂടുവോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
അത് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടുമോ എന്നതല്ല പ്രശ്നം. കുറ്റകൃത്യങ്ങളുടെ തോത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടുകൂടി വരവോടുകൂടി ഗണ്യമായി കുറയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആൾക്കാര് കൃത്രിമമായ പല കാര്യങ്ങളും ചെയ്യാൻ ഉപയോഗിക്കും. പക്ഷെ എന്ത് കാര്യം ചെയ്താലും അത് പിടിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരാൾ ഒരു കുറ്റം നിർവഹിച്ചു കഴിഞ്ഞാൽ മറ്റേത് മാർഗത്തിൽ കൃത്യം നിർവഹിച്ചാലും പ്രയാസമായിരിക്കും അത് കണ്ടെത്താൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിച്ച് ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അത് വളരെ വേഗത്തിൽ പറ്റും. അത് ഈ ടെക്നോളജിയുടെ ഒരു വലിയൊരു മികവാണ്. അതായത് നമ്മൾ ഏത് ടെക്നോളജി വന്നാലും അതിനകത്ത് ഗുണത്തെ പോലെ തന്നെ ദോഷവുമുണ്ട്. അത് നമുക്ക് പൊതുവെ നമുക്കറിയാവുന്ന കാര്യമാണ് ഏത് ടെക്നോളജിയിലും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സവിശേഷത ഇത് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്താണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ സുലഭമാണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ വരും. അല്ലെങ്കിൽ തെറ്റായ പല കാര്യങ്ങളും അത് ചെയ്യാൻ പറ്റും. പക്ഷേ AI-യിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ആദ്യമായിട്ടൊരു AI ഇറങ്ങുന്ന ChatGPT-ക്ക് മുമ്പ് അമേരിക്കയിലെ IA എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് ഒരു AI ഇറക്കിയിരുന്നു, ചാറ്റ്ബോട്ട് ഇറക്കിയിരുന്നു. ആ AI ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ പൂട്ടിക്കെട്ടേണ്ടി വന്നു. ആ പൂട്ടിക്കെട്ടേണ്ടി വന്നതിന് കാരണം കറുത്ത വർഗ്ഗക്കാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് ബോഡി ഷെയ്മിങ്, അവഹേളിക്കുക, തേജോവധം ചെയ്യുക, അശ്ലീലമായ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. താങ്ക് യു സാർ ചോദിച്ചതിന്. അപ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൾ നോക്കിയത് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് ഞാൻ ഈ പറയുന്നത് പൊതുവായ കാര്യങ്ങളല്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതി പറയും, അല്ലെങ്കിൽ സ്വയം പറയും. ഇനി ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമ്മുടെ പ്രശ്നങ്ങളെ ആരോ ഒരാൾ കൈപ്പൊക്കി, എന്താണ് സാർ ഞാൻ ഈ പറഞ്ഞ കാര്യം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ട് സാറിന് സംസാരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ആയി പോകും. ഈ പ്രശ്നങ്ങളെ നമുക്കൊരു ചോദ്യമാക്കാൻ പറ്റിയാൽ നമ്മൾ അത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളെ ഒരു ചോദ്യമാക്കി ആക്കാൻ പറ്റിയാൽ, ആ പ്രശ്നത്തെ ഒരു ചോദ്യ രൂപത്തിൽ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ആ ചോദ്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായി. പിന്നെ അതിന്റെ കണക്ട് ചെയ്ത് എന്താണെന്നുള്ളത് തന്നെ പറഞ്ഞു തരും. അതിനെ ചോദ്യമാക്കുക, അതാണ് മുന്നേറാനുള്ളൊരു വഴി. നമ്മുടെ ഒരു ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തിൽ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം പ്രതിഷേധിക്കുക, സ്വയം നമ്മൾ ശപിക്കുക, പരാതിപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പല വികസിത രാജ്യങ്ങളിലും അവരെ പ്രശ്നത്തെ ശാസ്ത്രീയമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ളൊരു മാർഗമാണ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്തു വരുന്നത്. അവിടെയാണ് ഇത് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലൂടെ നമുക്ക് ഗുണകരമായ വിധത്തിൽ, നമ്മുടെ സാമ്പത്തികമായ നേട്ടത്തിൽ, നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത്. നേരത്തെ ഒരു സാറ് എന്തോ ചോദിച്ചു, അദ്ദേഹത്തിന് ഇപ്പൊ ഒന്ന് ചോദിക്കാം. സാർ, എന്റെ പേര് ഹരികൃഷ്ണൻ. ഞാനിത് കുറച്ചു കാലം കൊണ്ട് ഞാൻ ഈ ചാറ്റ് GPT അല്ലെങ്കിൽ AI-നെ പറ്റി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഒന്ന് ചുരുക്കി പറയണം. അന്ന് എന്റെ മുമ്പിൽ ഞാൻ കേട്ട സംഭവമാണ്. അതായത് ചൈന, ഫോർ എക്സാമ്പിൾ ചൈനയും അരുണാചൽ പ്രദേശും നമ്മുടെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്. അപ്പം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലാണോ ചൈനയിലാണോ, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? ചാറ്റ് GPT ഇതിനോട് AI-യോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ഉത്തരം കിട്ടാറില്ല എന്നൊരു എനിക്ക് കിട്ടിയ അനുഭവമാണ്. അതിന്റെ ഒരു ഉത്തരം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോ പ്രശ്നമുള്ള നിങ്ങളിത് മതപരമായ ഒരു കാര്യം ചോദിച്ചാൽ ഇതായിരിക്കും ഉത്തരം തരുന്നത്. ഹിന്ദു മതമാണോ, മുസ്ലിം മതമാണോ, ക്രിസ്തു മതമാണോ ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് GPT ഏതെങ്കിലും ഒരു മതം മികച്ചതാണെന്ന് ഉത്തരം തരില്ല.
ഓക്കെ സർ. അതുപോലെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി അതൊരു പോളിസി പ്രശ്നമാണ്. അതുപോലെ തന്നെ ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, മതപരമായ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരില്ല. ജാതീയമായ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചോദിച്ചാൽ ഉത്തരം തരില്ല. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതിപ്പോ അത് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരില്ല. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഏറ്റവും മികച്ചത്, കോൺഗ്രസ് പാർട്ടിയാണോ ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരില്ല. ഓക്കെ 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 ഓക്കെ. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ട് മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതെ 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 അതെ, പ്രശ്നം ഉണ്ടാക്കില്ല. ഇത് നമ്മൾ പറഞ്ഞു സാർ, അത് മൈക്ക് ഓൺ ചെയ്തേക്കുന്ന മൈക്ക് ആരുടെയോ മൈക്ക് ഓൺ ആണോ അതൊന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാം, നമ്മളെന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, സാമൂഹ്യമായ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അങ്ങനെ സാമൂഹ്യമായ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചോദിച്ചിട്ട് ഉത്തരം തന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. നിങ്ങളെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചിട്ട് ഉത്തരം തന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെയുണ്ടോ? നമുക്കത് നോക്കാം. ഓക്കെ സാർ. അപ്പോ നമ്മൾ ഇതിലൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ളത് സാർ, ലോ അതായത് നിയമവശങ്ങളിൽ നമുക്ക് ഒരു വക്കീലിന് കുറച്ച് വേണമെങ്കിൽ കേസ് ഹിസ്റ്ററീസ് എടുക്കാം. പക്ഷെ ഒരു ജഡ്ജ്മെന്റ് അത് ഹ്യൂമൻ ബ്രെയിൻ കൊണ്ട് മാത്രമല്ലേ സാധ്യമാവുള്ളൂ? ജഡ്ജ്മെന്റ് തയ്യാറാക്കാനോ? അല്ല, ഒരു ജഡ്ജിക്ക് വിധി പറയാൻ. ഞാൻ മലയാളത്തിൽ വളരെ ലഘൂകരിച്ച് പറയാം. ഒരു ജഡ്ജിക്ക് വിധി പറയണമെന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ ബ്രെയിൻ, മനുഷ്യ മനസ്സുകൊണ്ടല്ലേ സാധ്യമാവുള്ളൂ. സാറ് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. ഞാൻ അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഞാനത് പറഞ്ഞോട്ടെ സാർ. സാർ പറഞ്ഞതിന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഇപ്പൊ തന്നെ 47 ഇനി 10-13 മിനിറ്റേ ഉള്ളൂ. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് നോക്കാനുണ്ട്. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോ നമ്മൾ ഇവിടെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് മനുഷ്യന് പകരക്കാരനായിട്ടല്ല, മനുഷ്യന് മുകളിൽ നിൽക്കാൻ വേണ്ടിയല്ല. മനുഷ്യനായ ഓരോ നമുക്ക് നമ്മുടെ കീഴിൽ പണി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് AI. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ഇപ്പൊ ChatGPT-യോട് ചോദിച്ചിട്ട് നമുക്ക് ഒരു മരുന്ന് പ്രിസ്ക്രൈബ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡോക്ടറിനെക്കാളും അറിവ് ആർക്കുണ്ട്? ChatGPT-ക്കുണ്ട്. ഡോക്ടറെക്കാളും അറിവുള്ള ChatGPT-യോട് നമ്മുടെ രോഗലക്ഷണങ്ങളും രോഗങ്ങളും പറഞ്ഞു തന്നിട്ട് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്യില്ല. അത് എത്തിക്സിന് വിരുദ്ധമാണ്. അപ്പൊ ആദ്യമേ പറയും, ഞാനത് പ്രിസ്ക്രൈബ് ചെയ്യില്ല. നിങ്ങളൊരു ഡോക്ടറെ ഉടനടി, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആണ് കാരണങ്ങൾ, ഉടനടി നിങ്ങളൊരു ഡോക്ടറെ കാണുക, ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ രീതിയിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയല്ലാതെ, ഇപ്പൊ ഒരു നിയമപ്രശ്നം നമുക്ക് ചോദിക്കാം. ഒരു വക്കീൽ നോട്ടീസ് കിട്ടി, നമുക്ക് ChatGPT-യോ അല്ലെങ്കിൽ AI കൊണ്ട് അതിന് മറുപടി തയ്യാറാക്കാം. ആ മറുപടി നമ്മുടേതായ മറുപടിയായിട്ട് നമുക്ക് ഒരു നോട്ടീസ് കിട്ടുമ്പോൾ ആ കിട്ടുന്ന ആളിന് മറുപടി കൊടുക്കാനുള്ള അധികാരമുണ്ട്, വക്കീലിന് ഇല്ലാതെ. അല്ലാതെ ഒരു വക്കീലായിട്ട് നമുക്ക് ChatGPT-യിലെ ഒരു നോട്ടീസ് അയക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ മനുഷ്യന്റെ സഹായിയാണ് ഈ AI, അല്ലാതെ മനുഷ്യന്റെ മുകളിലല്ല AI. അങ്ങനെ മുകളിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സാർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. നമ്മൾ കുറച്ച് നോക്കി, ഇപ്പൊ നമ്മൾ നോക്കിയത് ഒരു ടൂളാണ്. ഇനി നിങ്ങളുടെ എല്ലാ ഫോണിൽ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു നീല വൃത്തത്തിലുള്ള ഒരു സാധനം, മെറ്റ AI. നിങ്ങളുടെ ഫോണിൽ ഈ മെറ്റ AIയോട് നിങ്ങൾക്ക് ഒരു അപേക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, അത് ഗംഭീരമായിട്ടൊരു അപേക്ഷ എഴുതി തരും. നിങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു തരും. അതിന് മെറ്റേതായ രീതിയിൽ ഉള്ള നമ്മുടെ ChatGPT പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു AI ടൂളാണ് മെറ്റ. നിങ്ങളുടെ ആ മെറ്റ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസത്തിന് മുമ്പ് ആ മെറ്റ അത് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. നേരത്തെ മെറ്റയ്ക്ക് മലയാളം അറിയില്ലായിരുന്നു, ഇപ്പൊ മെറ്റയ്ക്ക് മലയാളം അറിയാം. മലയാളത്തിൽ ചോദിച്ചാലും മതി, മലയാളത്തിൽ പറഞ്ഞുതരും. നേരത്തെ നമ്മൾ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞ് മലയാളത്തിൽ അതിന് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അത് മലയാളം പഠിച്ചു. ആ മെറ്റ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയും പടങ്ങളും ഒക്കെ തയ്യാറാക്കി തരും. പുതിയ കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീടിന് കുറച്ച് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യണം.
എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എത്ര രൂപ ബെഡ് അതിനകത്ത് ചെലവ് വരും എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. അത് ഏകോട് പറഞ്ഞ ഇത്ര സ്ക്വയർ ഫീറ്റ് ഒരു വീടിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, ഇത്ര ആണ് പൊക്കം, ഇന്ന 2 ജനലുണ്ട്, ഒരു വാതിലുണ്ട്, ടൈലിടണം, ഇലക്ട്രിഫൈ ചെയ്യണം, ഇതെല്ലാം കൂടെ ഓരോ കാര്യങ്ങളായിട്ട് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി തരും. അത് നിങ്ങൾ പറയുക, നിങ്ങളുടെ സ്ഥലം കൂടെ പറയുക, നിങ്ങളുടെ സ്ഥലത്തുള്ള കൂലി വെച്ച്, നിങ്ങളുടെ സ്ഥലത്തുള്ള സാധനങ്ങളുടെ വില വെച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ വീട് റോഡിൽ നിന്ന്, അതായത് വണ്ടി വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു 150 മീറ്റർ അല്ലെങ്കിൽ 250 മീറ്റർ അപ്പുറമാണ്, അത്രയും സ്ഥലത്തേക്ക് ചുമന്നുകൊണ്ട് സാധനം എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ കണക്കാക്കി നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരും. അപ്പൊ അത്രമാത്രം ഇത് പ്രാദേശികമായ നോളജ് ഉള്ള ഒരു സാധനം കൂടെയാണ് നമ്മുടെ ഈ മെറ്റ. ഭാവി ഇപ്പോഴുള്ള കാര്യമല്ല, മെറ്റയെ സംബന്ധിച്ചിടത്തോളം ഭാവി കൂടെ അതിനറിയാം. ഭാവി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കാലാവസ്ഥ, അടുത്ത മാസം ജൂലൈ 25 നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നു, പുറത്തു വെച്ചാണ് പരിപാടി തയ്യാറാക്കാൻ നിങ്ങൾ നിശ്ചയിക്കും. അന്ന് നിങ്ങളുടെ സ്ഥലത്ത് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ കൃത്യമായിട്ട് പറയാൻ ഊഹിച്ച് പറയുന്നതല്ല. കാലാവസ്ഥ ഗവേഷണ കേന്ദ്രം 3-4 മാസത്തെ കാലാവസ്ഥ പ്രവചനം നടത്തി വെച്ചിട്ടുണ്ട്. ആ പ്രവചനം നടത്തിയ ഡേറ്റയിലേക്ക് ഇതിന് പോകാൻ അറിയാം. അവിടെ ചെന്ന് അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കൊല്ലത്ത് കൊട്ടാരക്കര ഭാഗത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇത്ര മണിക്കാണ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ റബ്ബർ കർഷകനാണ്, ഇപ്പോൾ റബ്ബർ ധാരാളം നിങ്ങളിലുണ്ട്, പൈസയ്ക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു 5 മാസം കഴിഞ്ഞിട്ട് പൈസ മതി. 5 മാസം കഴിയുമ്പോൾ ഈ റബ്ബറിന്റെ വില കൂടുമോ, അന്നത്തെ വില എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരുന്നെങ്കിൽ ഇതിന്റെ മാർക്കറ്റിന്റെ ഡിമാൻഡ്, മാർക്കറ്റ് റിസർച്ച്, ആ സമയത്ത് ഉണ്ടാകുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഇതെല്ലാം കൂടെ ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിന്റെ ഒരു സാധ്യത, വില കുറയാനാണ് സാധ്യത, ഇപ്പൊ വിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നായിരിക്കും അതിനകത്ത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിതിനെ ഇതിന്റെ സാധ്യത നമുക്ക് ഈ 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് എന്റെ മനസ്സിനകത്ത് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 7:53 അപ്പൊ നമ്മള് മെറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഒരാൾ ഒരു മെറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപേക്ഷ തയ്യാറാക്കണം. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഒന്ന് പറയാമോ? ഞാൻ ഇത് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു അപേക്ഷ തയ്യാറാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഒന്ന് വേഗം ആരെങ്കിലും ഒരാൾ പറയൂ. എന്തെങ്കിലും നിങ്ങളുടെ ഒരു പ്രശ്നം പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു അപേക്ഷ, അല്ലെങ്കിൽ എന്ത് ആവശ്യം ആയിക്കോട്ടെ, ഒരു അപേക്ഷ തയ്യാറാക്കുന്ന കാര്യം. തെരുവ് നായ കടിച്ചു, തെരുവ് നായ കടിച്ചു, പരാതി എങ്ങനെ? എന്താ പരാതി കൊടുക്കണം? ആർക്ക് പരാതി കൊടുക്കണം സാറേ? പഞ്ചായത്തിലല്ലേ കൊടുക്കണ്ടേ? പഞ്ചായത്തിൽ കൊടുക്കണം. എന്തിനാ? ഓക്കെ. സാറിന്റെ സ്ഥലം എവിടെയാണ്? ചെമ്മക്കാട്. പേരെന്താണ് സാറിന്റെ? ഇഗ്നേഷ്യസ് ലോയിഡ്. എന്റെ പേര് ഇഗ്നോഷ്യസ് ലോയിഡ്. ചെമ്മക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്നു. ചെമ്പക്കാട് വെച്ച് എന്നെ ഒരു പട്ടി കടിച്ചു. പട്ടി കടിച്ചത് പഞ്ചായത്ത് തെരുവ് നായ്ക്കളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ചികിത്സാ ചെലവ് പഞ്ചായത്ത് വഹിക്കണം. തെരുവ് നായ്ക്കളെ നേരിടാനുള്ള പദ്ധതികളും തയ്യാറാക്കണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാൻ ഒരു വിശദമായ ഒരു അപേക്ഷ തയ്യാറാക്കി തരിക.
പെരിനാട് വില്ലേജ് ആണ്. അല്ല, ഞാനത് തയ്യാറാക്കി സാർ, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ആ വെച്ച വിവരം അനുസരിച്ച് തയ്യാറാക്കി. തയ്യാറാക്കിയത് അതാണ് നമ്മളിപ്പോ കാണുന്നത്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. അതാ നോക്കുക, വളരെ ചെറുതാണ്. കാണുന്നു. ഇവിടെ പറയാണ്, വലിയൊരു അപേക്ഷയാണ്. വിഷയം: തെരുവുനായയുടെ കൈയേറ്റതുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവ് അനുവദിക്കുന്നതിന് തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള അപേക്ഷ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, ചെമ്മക്കാട് ഗ്രാമപഞ്ചായത്ത്, ചെമ്മക്കാട്. ഞാൻ ഇഗ്നീഷ്യസ്, ചെമ്മക്കാട് എന്ന സ്ഥലത്ത് സ്ഥിരമായ സംഭവം വിവരണം. 2026 ഏപ്രിൽ മാസം തീയതി മണിക്ക് ചെമ്മക്കാട് സ്ഥലത്ത് വെച്ച് എന്നെ തെരുവുനായ കടിച്ചു. അതിന്റെ നിയമം കൂടെ പറയുന്നുണ്ട്. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള നിയന്ത്രണ നടപടി കാര്യക്ഷമമായി നടപ്പാക്കാത്തതാണ് അപകടത്തിന് കാരണം. ചികിത്സാ വിവരങ്ങൾ: നായരെ കടിയേറ്റതിനെ കുറിച്ച് ആന്റി റാബിറ്റ്സ് മരുന്ന് ഞാൻ ചികിത്സിച്ചു. നിയമപരമായ അടിസ്ഥാനം: കേരള എന്തിനാണ് നമ്മൾ, ഏത് അടിസ്ഥാനത്തിനാണ് ചോദിക്കുന്നതെന്ന് ആ പഞ്ചായത്ത് ആക്ടിന്റെ അനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്റെ ആവശ്യങ്ങൾ: എനിക്ക് ഉണ്ടായ ചികിത്സാ ചെലവ് ഇത്ര രൂപ, പൂർണ്ണമായും പഞ്ചായത്ത് വഹിക്കണം. ചെമ്മക്കാട് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള തെരുവുനായ അടിയന്തര പദ്ധതി നടപ്പിലാക്കണം. അത് ABC പ്രോഗ്രാം ഊർജിതമാക്കുക, ദീർഘകാല പദ്ധതികൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞ് ഇഗ്നീഷ്യസ് ലോയിസ് നമ്മൾ ഉള്ളടക്കം ചെയ്യേണ്ട ചികിത്സാ ബില്ലുകളുടെ പകർപ്പ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കുറച്ച് ടിപ്സ് കൂടെ. തീയതി സമയം കൃത്യമായി എഴുതി വെക്കുക. ചെലവായ തുക കൃത്യമായി എഴുതുക. ആശുപത്രി രേഖകൾ വെക്കുക. അപേക്ഷയുടെ 2 കോപ്പി എടുത്ത് ഒരെണ്ണം സെക്രട്ടറിയുടെ ഓഫീസിൽ അക്നോളജ്മെന്റ് ചെയ്ത് വാങ്ങുക. ഓക്കെ കേട്ടോ? മനസ്സിലായി? നമ്മളൊന്ന് ചുമ്മാ വേഗമായിട്ടൊന്ന് പറഞ്ഞു. അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത വിധത്തിൽ ആണ് ഒരു സാധനം തയ്യാറാക്കി തന്നത്. ഇനി നിങ്ങൾ പറഞ്ഞപ്പോ ഇത്ര രൂപ ചെലവ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. ഇതെവിടെയാ ചെയ്ത്? നിങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായി നിങ്ങളുടെ ഫോണിൽ കൊണ്ടു നടക്കുന്ന അത് വെച്ച് ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് ചെയ്തത്. ഇതിനെ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് പ്രിന്റ് എടുക്കാം, പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഇത് നോക്കി പേപ്പറിൽ എഴുതി കൊടുക്കാം. ഏത് പ്രശ്നത്തിനും ഇത് പരിഹാരമാണ്. അതാണ് ഇത്. പാട്ട് എഴുതാം, സിനിമ പിടിക്കാം, ഒക്കെ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ട്. സമയം വളരെ കുറവാണ്. ഇപ്പൊ 8:57 തുടർന്നുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഇനി വേണമെങ്കിൽ നമുക്കൊരു പാട്ട് കൂടെ വേണമെങ്കിൽ എഴുതിപ്പിക്കാം, പാടിക്കാം. വേണോ? സമയമുണ്ടോ? നമ്മള് ചിലപ്പോ ഇത് ബ്രേക്ക് നോക്കട്ടെ. എന്തിനെ കുറിച്ചാ സാറിനൊരു പാട്ട് വേണ്ടത്? എനിക്ക് ഈ ഇപ്പോഴത്തെ മൂല്യശോഷണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് മതി. എന്ത് മൂല്യശോഷണത്തെ കുറിച്ച്? അതിപ്പോ ഇപ്പൊ നമ്മളുടെ കാരണവന്മാരുടെ അടുത്തൊന്നും പിള്ളേർക്കൊന്നും ഒരു ബഹുമാനമില്ലല്ലോ. സാറിന്റെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണ്? പെരിഞ്ഞനം. പെരിങ്ങനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുപാട് മൂല്യശോഷണമുണ്ട്. പഴയ പെരിങ്ങനം വളരെ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പാട്ട് എഴുതിപ്പിക്കാം. പെരിങ്കനത്തെ പച്ചപ്പും മഴനനമമ്യവും തൊടിയിലെ മാവിൻ നിഴലും മറക്കുന്നുണ്ടോ നീയും ഞാനും? പഴയൊരു ശീലുകൾ കൈകളിൽ പരത്തിപ്പിടിച്ച് പുഴയുടെ തീരം നോക്കി നാം നടന്ന കാലമോ? മണ്ണിൽ വിരൽ ചേർത്താൽ പഴയ ചൂരരിവിലില്ലേ? മനസ്സിൽ വിള്ളൽ വീണാൽ അവിടെ പുഴയൊഴുകില്ലേ? പെരിങ്കനത്തെ പച്ചപ്പും മാഞ്ഞു പോയോ? പുഴയൊഴുകും ഈണവും മണ്ണും മനുഷ്യനും അത് മറന്നു പോയോ? തൃശ്ശൂർ തനിമതൻ പൊൻകതിരല്ലേ നമ്മുടെ പെരിങ്ങനം ഒരു കരമായല്ലേ? ഇത് കുറച്ചുകൂടി നീണ്ടമുള്ള പാട്ടാണ്. 4 പാട്ടാണ് തന്നത്. 4 പാട്ടില് എല്ലാം കേൾക്കാനുള്ള സമയമില്ല. എങ്ങനെയുണ്ട് സാറേ പെരിങ്ങനം, പഴയ പെരിങ്ങനം? അടിപൊളി. അതെ,
സെക്കൻഡുകൾ കൊണ്ട് ഒരു പാട്ടുണ്ടാക്കി മ്യൂസിക് ഇട്ട് ചെയ്തു. അതൊരു സിനിമാ പാട്ടിന് അപ്പുറമായിട്ടുള്ള രീതിയിലല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അത്ഭുതം. ഓക്കെ, പങ്കേഷ് സാർ തുടരൂ. സാറേ, എന്തായാലും ആ സുനോയെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞോളൂ. ഇത് അല്ല, ഇത് നമ്മളിതിന്റെ ഭാഗമായിട്ട് പറയുമല്ലോ. സുനോ എന്ന് പറയുന്ന ഒരു AI ടൂൾ ഉപയോഗിച്ച് ചെയ്തതാണ് മൈക്രോസോഫ്റ്റിന്റെ. വളരെ നിസ്സാരമാണ്, നിങ്ങളെ ഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ സാറേ. യെസ് സാറ് ഇത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കും. ഓക്കെ 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 പങ്കേഷ് സാർ. പങ്കേഷ് സാറേ, തുടങ്ങണം സാർ, തുടരണം. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ ഇനി? അല്ല സാർ, സാർ പറയാം. അത് കഴിഞ്ഞ് കോഴ്സിന്റെ ആണോ? കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയൂ സാറേ. ശരി, നമ്മുടെ എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് കരുതുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന വിവരം അഡ്വാൻസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. 23-ാം തീയതി ആരംഭിക്കുന്നതാണ് 2 മാസം ദൈർഘ്യമുള്ള ഈ ക്ലാസ്. എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. ഈ കോഴ്സിൽ അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. 4000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീസ്. ഏകദേശം 35,000 രൂപ മൂല്യമുള്ള ക്ലാസ്. മറ്റെല്ലാ ചിലവുകളും ഒക്കെ ഞങ്ങൾ കണക്കാക്കി കുറച്ച് അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് എമൗണ്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ തന്നെ വലിയ ഫീസൊക്കെ അടച്ച് പഠിക്കുന്ന കോഴ്സുകൾ വരുമ്പോൾ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ എല്ലാവർക്കും ഒരാൾ ജോയിൻ ചെയ്താൽ എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വേറൊന്നുമില്ല, ഒരു ലാപ്ടോപ്പോ, പ്രത്യേകിച്ച് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ക്ലാസ്, ഇപ്പോൾ സൈസാർ എടുത്ത പോലെ ക്ലാസ് ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ 4-5 പേർ അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിലും ഈ 10 പേർക്കും ഒരേപോലെ കേൾക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകൾ. അപ്പോൾ ഒരാൾക്ക് ഫീസ് അടച്ചു കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിലും പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. ഇതൊരു ടെക്നിക്കാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നൊരു ആരും പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കോഴ്സ് കേവലം 2 മാസത്തെ ഒരു കോഴ്സ് മാത്രമല്ല. ഈ 2 മാസം കഴിഞ്ഞാലും ഞങ്ങൾ AI-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ പുതിയ വിഷയങ്ങളോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫോളോ അപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങളും ദിവസേന വരുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാറുണ്ട്. പിന്നെ സജിസാറിൻ്റെയും ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ്, പേഴ്സണൽ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലും AI-യുമായി ബന്ധപ്പെട്ട് എന്ത് സംശയവും ചോദിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. മറ്റൊരു പ്രത്യേകത, പൈസ ഉള്ള ആളുകൾക്കും പൈസ ഇല്ലാത്ത ആളുകൾക്കും ഈ കോഴ്സിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോഴ്സിൽ ഇപ്പോൾ ഏകദേശം 70ഓളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഈ പൈസ അടയ്ക്കുന്നവര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ സജി സാറ് കാശ് അടച്ചത് ശാന്തമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്ത് അയക്കണം. നമ്മൾ ലിസ്റ്റ് കിട്ടുമ്പോൾ സജി സാറിന്റെ ലിസ്റ്റ് ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാന്തമ്മ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കത് ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് പൈസ അടയ്ക്കുന്നവർ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിടണം. ആർക്ക് വേണ്ടി നേരിട്ടല്ല എങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഫീസ് അടയ്ക്കുന്നതെങ്കിൽ ആ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ കാണുന്നത് ഒരു ഡോക്ടറുടെ റിപ്പോർട്ടാണ്. നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ ശാന്തമ്മ മാഡം കണ്ണാശുപത്രി പോയപ്പോൾ എഴുതി കൊടുത്ത സാറ്. ഈ കച്ചിൽ ബുക്കിൽ കപ്പുറപ്പുറാന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ഒരു ഡോക്ടറിന് വായിക്കാൻ പറ്റുമോ? ഈ സാധനം ഞാൻ AI-യിൽ അപ്ലോഡ് ചെയ്തിട്ട് പറഞ്ഞു, മലയാളത്തിൽ ഇതിനെ ഒന്ന് വിശദീകരിച്ച് തരണം, എന്താണെന്ന് വായിച്ച് മനസ്സിലായി വിശദീകരിച്ച് തരണമെന്ന് പറഞ്ഞപ്പോ അത് കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നു. കണ്ടോ?
നിങ്ങൾ രോഗിയുടെ പേര്, ശാന്തമ്മ, പ്രായം, വയസ്സ്, ഡോക്ടർ എഴുതിയിരിക്കുന്ന കൈപ്പിടയിൽ എഴുതിയിരിക്കുന്ന കാര്യം, പ്രമേഹ പരിശോധനാ ഫലം, 141 ബ്ലഡ് ഷുഗർ, ഇതിന് മുകളിലായിട്ട് ഇതിന്റെ കാര്യങ്ങൾ, കണ്ണടയ്ക്കുള്ള അളവുകൾ, അത് പ്രിസ്ക്രിപ്ഷൻ, അത് 2.5 ദൂരക്കാഴ്ച, പ്രധാനമായും ഇതൊരു മെഡിക്കൽ രേഖ ആയതുകൊണ്ട് കണ്ണട വയ്ക്കുന്നതിന് മുമ്പ്, വാങ്ങുന്നതിന് മുമ്പ് ഈ കുറിപ്പടിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായി നമ്മൾ നോക്കുക. ഈ എഴുതിയിരിക്കുന്ന, ഈ കച്ചിൽ പിച്ചിലാന്ന് എഴുതിയിരിക്കുന്ന കാര്യം എത്ര ഗംഭീരമായിട്ടാണ് AI നോക്കി വായിച്ച് സെക്കൻഡുകൾ കൊണ്ട് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നത്. ഓക്കെ, ഇതാണ് AI-യുടെ പവർ. ഓക്കെ, പങ്കേഷ് സാർ തുടരൂ. പങ്കേഷ് സാറേ, ഞാൻ സുരേന്ദ്രൻ. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് എത്രയും വേഗം ഇത് ഒന്ന് ഇമെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്ന് അയച്ചു തരണം, ഈ ഇന്നത്തെ പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഇടും സാർ. ഓക്കെ, അല്ല ഇത് ചിലപ്പോ താമസിച്ച് പോകുന്നു. സാറിന്റെ ഒരു അനുഭവം. എന്റെ പേര് സുരേന്ദ്രൻ. ഞാൻ അത്യാവശ്യം ഈ ഗ്രാഫിക്കും അതും ഇതൊക്കെ പഠിച്ചെന്നുള്ളൊരു അഹംഭാവം നേരത്തെ ഉണ്ടായിരുന്നു. പഠിച്ചതോടുകൂടി അതെല്ലാം താഴത്തേക്ക് വീണു. ഇപ്പൊ നല്ല മര്യാദ കൂട്ടനായിട്ട് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ, ഡിസൈനിന്റെ കാര്യമായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, എന്റെ കൃഷിയുടെ കാര്യത്തിലും എല്ലാത്തിലും ഞാൻ AI മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ സംസാരിക്കുന്നത് കാലിഫോർണിയയിൽ നിന്നാണ്. എന്റെ സ്വദേശം നാട്ടിലാണെങ്കിൽ തന്നെ കാനഡക്കാരനാണ് 10-26 വർഷമായിട്ട്. അപ്പൊ എനിക്കൊക്കെ ഇത്രയധികം പ്രയോജനപ്പെട്ട വേറൊരു സോഫ്റ്റ്വെയർ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് തന്നെയല്ല, ഈ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതവും വളരെ ഏത് കുഞ്ഞിനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്റെ മോള് IT ഫീൽഡിൽ കുറെ നാൾ കൊണ്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവള് വരെയും ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 10-15 വർഷത്തെ IT ഫീൽഡിൽ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന മോള് വരെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഞാൻ വിനീതമായിട്ട് പറയുകയാണ്, ഇത് പഠിച്ചാൽ നമുക്ക് വേറൊരു ലോകത്ത് എത്തിച്ചേരാം, യാതൊരു സംശയമില്ല. താങ്ക് യു, ബൈ. നന്ദി സാർ, നന്ദി. രാജേഷൻ സാർ, 8 മണി മുതൽ 9 മണി വരെയല്ലേ ക്ലാസ്? അതെ. 9 മണി കഴിഞ്ഞ് കാപ്പി ഉണ്ടോ? കാപ്പി ഉണ്ടല്ലോ. കാപ്പിയുണ്ട്, സിനിമയുണ്ട്. കാപ്പിക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ അവര് തൽക്കാലം പിന്നെ പഠിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ദീപു, ഒരു ചൂട് കാപ്പി കുടിച്ച മട്ടിൽ നമുക്ക് പിരിയാം. ദീപു സാറേ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഞങ്ങൾ ചിത്രസഹിതം വേണമെങ്കിലും തരാം. നിങ്ങളൊരു ഫോട്ടോ കൂടി അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോ കൂടി എടുത്ത് അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോ എല്ലാവർക്കും വളരെ സന്തോഷം. ഇവിടെ ഒരു മൂലയിലുണ്ട്, ഞാനൊരു മൂലയിൽ കൂടി ഒന്ന് പറയാമോ? അപ്പോ അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയാം. ഞാന് ഇതിന്റെ നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ ചേർന്ന ഒരു പഠിതാവാണ്. ആക്ച്വലി എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി പോലും ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ നമ്മളെ സാറിനെ വിളിച്ച്, പങ്കജാക്ഷ സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ ഞാൻ ഇങ്ങനെ ഒരു പ്രായമായ ലേഡിയാണ്, അപ്പൊ എനിക്കിത് പഠിക്കണം എന്നുണ്ട്. അറ്റ്ലീസ്റ്റ് പല ഫോറങ്ങളിലും നമ്മൾ പോകാം. അയ്യോ, ഞാൻ വണ്ടിയിലാണ്, മംഗലാപുരം എക്സ്പ്രസ്സിലാണ്, കോഴിക്കോട്. അപ്പൊ ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, എന്തായാലും ഞാൻ പഠിച്ചതാണ് ചേച്ചിയും വന്നോളൂ, പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൽ ചേർന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ഞാനൊരു പുതിയ ലോകത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൂടാതെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാനായി ഞാൻ നമ്മളെ ഗാന്ധിഗ്രാമിൽ പോയി താമസിച്ചു പഠിച്ചു. കൂടാതെ നമ്മളെ സാറ് ഷാജു സാർ, അദ്ദേഹം ഒരു പ്രത്യേക വ്യക്തി തന്നെയാണ്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഫസ്റ്റ് ബാച്ചിൽ ഞാൻ പഠിച്ചപ്പോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവര് ഫ്രീ ക്ലാസ് വെക്കുന്നുണ്ട് കണ്ടപ്പോ ഞാൻ ഇടയ്ക്കൊന്ന് കയറി കേൾക്കുമ്പോ പുതിയ ടൂളിനെ പറ്റി ഇങ്ങനെ പറയുന്ന കേൾക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കോഴ്സ് ഞാനൊന്ന് ചേർന്ന് കളയാം, അതെനിക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കി വീണ്ടും ചേരുകയാണ്. നല്ല ക്ലാസ്സാണ് സാർ. അതുപോലെ നമ്മുടെ ശാന്തിഗ്രാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് തമ്മിൽ ഇതിൽ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരും തമ്മിൽ പരിചയപ്പെടാം. ഓക്കെ,
ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന ശാന്തിഗ്രാമിനും സാജു സാറിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം പല ഏജ് ഗ്രൂപ്പിലുള്ള പല രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ് ഒന്നിച്ചു ചേർന്ന് ഇത്തരം ക്ലാസ് പങ്കെടുത്ത് പഠിച്ചു പോകുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. സുജാത ചേച്ചി അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നേതാവാണ്, CEO-യാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. തീർച്ചയായും നമുക്ക് ഗ്രൂപ്പുകളിൽ മറ്റുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും സ്വാഗതം. ശുഭരാത്രി.